നേതാക്കളിൽ ചിരി പടർത്തി കോട്ടയത്ത് കാർട്ടൂൺ പ്രദർശനം. കേരള കാർട്ടൂൺ അക്കാദമി കോട്ടയം പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് നടത്തിയ കാർട്ടൂണാണ് നേതാക്കളിൽ ചിരി പടർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകളുടെ പ്രദർശനം ഇലക്ട്യൂൺ 2024 എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കോർത്തിണക്കിയുള്ള കാർട്ടൂണാണ് നേതാക്കളിൽ ചിരി പടർത്തിയത്. പാർട്ടി ഭേദമന്യേ ക്രിയാത്മകമായും വിമർശനാത്മകമായുമുള്ള കാഴ്ചപ്പാടോടെ പ്രതികരിച്ച കാർട്ടൂൺ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കലയിലെ വ്യത്യസ്തമായ ഒരു അനുഭവം തീർക്കലാണ് കാർട്ടൂണുകളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ വരച്ചിട്ടുള്ള നാനാ കാർട്ടൂണുകളാണ് ഇവിടെ കാണാനുള്ളത്. ചിലതെല്ലാം കണ്ടപ്പോൾ തന്നെ ചിരി വരുന്ന രൂപത്തിലാണ് ചില കാർട്ടൂണുകൾ. അതിൽ ഞാനും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏത് തരത്തിലുള്ള വിമർശനം വന്നാലും നമുക്ക് സന്തോഷപൂർവ്വം അതിന് സ്വാഗതം ചെയ്യാനും അതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും കഴിയണം. അതായിരിക്കണം ഓരോരുത്തരും ആ കാർട്ടൂൺ എടുക്കുന്ന സമീപനമെന്നാണ് പൊതുവിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇലക്ഷനിലെ കാർട്ടൂൺ ചിരി എന്ന പേരിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കാർട്ടൂണിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ചേർന്നുള്ള സംവാദവും നടന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ പരിപാടിയിൽ അധ്യക്ഷനായി. ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സംവാദം ഉദ്ഘാടനം ചെയ്തു. കേരള കാർട്ടൂൺ അക്കാദമി വൈസ് ചെയർമാൻ അനൂപ് രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.